ടാറ്റയിൽ ചന്ദ്രശേഖറിന് നോയലിൻ്റെ ചെക്ക്. പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസികളിൽ തുടർച്ചയായ 5-ാം മാസവും കനത്ത ഇടിവ് തുടരുന്നു. ഇന്ന് 2.64% ഇടിഞ്ഞ ബിറ്റ് കോയിൻ വില $62,858 വരെ എത്തി. 2025 ഒക്ടോബർ 6-ന് $1,26,350 ആയിരുന്നു ഒരു ബിറ്റ് കോയിൻ്റെ വില. 5 മാസത്തിനിടെ 50% ഇടിവാണ് മൂല്യത്തിലുണ്ടായിരിക്കുന്നത്. ഫെബ്രുവരിയിൽ മാത്രം 19% മൂല്യയിടിവുണ്ടായി. എഥേറിയം, സൊലാന, ഡോജ് കോയിൻ തുടങ്ങി മറ്റ് പ്രധാന ക്രിപ്റ്റോ കറൻസികളുടെ മൂല്യവും പാതിയിലേറെ ഇടിഞ്ഞു കഴിഞ്ഞു. ഭൗമരാഷ്ട്രീയത്തിലെ അനിശ്ചിതാവസ്ഥകളാണ് ക്രിപ്റ്റോ കറൻസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. IT ഓഹരികൾ അടിപതറി വീണതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കനത്ത സമ്മർദ്ദം. സെൻസെക്സ് ചൊവ്വാഴ്ച 1050 പോയിന്റ് ഇടിഞ്ഞ് 82,225-ലെത്തി. നിഫ്റ്റി 330 പോയിന്റ് ഇടിഞ്ഞ് 27,400 എന്ന നിർണായക സപ്പോർട്ട് ലെവലിന് തൊട്ടുമുകളിൽ ക്ലോസ് ചെയ്തു. ആന്ത്രോപിക് AI ഭീതിയിലുള്ള IT ഓഹരികളാണ് വിപണിയും പിന്നോട്ടടിപ്പിക്കുന്നത്. IT സൂചിക ചൊവ്വാഴ്ച 5%-ലേറെ ഇടിഞ്ഞു. ടെക് മഹീന്ദ്ര ഓഹരികൾ 6.7%, HCL ടെക് 6.5%, ഇൻഫോസിസ് 4.6%, TCS 4% ഇടിഞ്ഞു. വ്യാപാര കരാർ ഉണ്ടാക്കാൻ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന ഉറപ്പ് ഇന്ത്യ അമേരിക്കയ്ക്ക് കൊടുത്തോ? ഇത് സംബന്ധിച്ച വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. എന്നാൽ ജനുവരിയിലും റഷ്യൻ എണ്ണയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവ് ഇന്ത്യയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ജനുവരിയിൽ $2.59 ബില്യൺ റഷ്യൻ ക്രൂഡ് ഇറക്കുമതിയാണ് ഇന്ത്യ നടത്തിയതെന്ന് ഹെൽസിങ്കി ആസ്ഥാനമായ സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിൻ്റെ റിപ്പോർട്ട് പറയുന്നു. ചൈനയാണ് റഷ്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ബയർ. കഴിഞ്ഞ 2 മാസത്തിനിടെ ചൈനയുടെ വാങ്ങൽ 29% ഉയർന്നിട്ടുമുണ്ട്. ചെയർമാൻ N ചന്ദ്രശേഖറിൻ്റെ കാലാവധി നീട്ടുന്നത് ടാറ്റ സൺസ് മാറ്റിവെച്ചു. ചന്ദ്രശേഖറിൻ്റെ പുനർനിയമനത്തെ ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റ എതിർത്തു. ബോർഡിൽ N ചന്ദ്രശേഖറിൻ്റെ കാലാവധി നീട്ടുന്നതിനെ എതിർത്ത ഏക അംഗവും നോയലാണ്. അതേസമയം മറ്റ് ബോർഡ് അംഗങ്ങൾ ചന്ദ്രയെ പിന്തുണച്ചു. ടാറ്റ ഗ്രൂപ്പിൻ്റെ പുതിയ കമ്പനികളുടെ നഷ്ടത്തെക്കുറിച്ച് നോയൽ ടാറ്റ ബോർഡ് യോഗത്തിൽ ആശങ്ക അറിയിച്ചെന്നാണ് റിപ്പോർട്ട്. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാത്ത 100 പ്രമുഖ ഇന്ത്യൻ കമ്പനികളിൽ ഏറ്റവും മികച്ചവ തിരഞ്ഞെടുത്ത് JM ഫിനാൻഷ്യലും പുറൻ ഇന്ത്യയും. റിലയൻസ് റീറ്റെയിൽ, ഫ്ലിപ്കാർട്ട്, മലബാർ ഗോൾഡ് എന്നിവയാണ് പട്ടികയിൽ മുന്നിലെത്തിയത്. 2.7 ലക്ഷം കോടി രൂപ വരുമാനവുമായാണ് അൺലിസ്റ്റഡ് കമ്പനികളിൽ റിലയൻസ് റീറ്റെയിൽ ഒന്നാമതെത്തിയത്. 83,000 കോടി രൂപ വരുമാനവുമായി ഫ്ലിപ്കാർട്ട് രണ്ടാമതും 66,000 കോടി രൂപ വരുമാനവുമായി മലബാർ ഗോൾഡ് മൂന്നാമതുമെത്തി. 3,773% വാർഷിക വളർച്ചയോടെ ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് വളർച്ചാ നിരക്കിൽ മുന്നിലുള്ള അൺലിസ്റ്റഡ് കമ്പനി.